നീ തരുന്ന ഔദാര്യം ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ മൺകൂനയാവാൻ നിമിഷം മതി. കാരുണ്യപേമാരി പെയ്യാതിരുന്നാലോ സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി? കണ്ണീരുണങ്ങാത്ത പാവങ്ങൾ ഞങ്ങൾക്ക് നീ മാത്രമാണല്ലോ ഏകതണി. അല്ലാഹ് ഞങ്ങൾക്ക് നീ മതി. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ആര്യ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമുക്ക് മക്രോണി ഉണ്ടാക്കട്ടോ. മക്രോണി ചിക്കൻ ഇട്ടോ. അതിനേതാ ഞാൻ 2 ഗ്ലാസ് മക്രോണി എടുത്തിട്ടുണ്ട്. വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ട് മക്രോണി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ആദ്യം സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിട്ട് എല്ലാവരും എങ്ങനെ ഉണ്ടാക്കാൻ സെയിം ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കാറില്ലേ അതേ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. ഇടയ്ക്കൊന്ന് അടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടി പിടിക്കുക. എന്നത് മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണല്ലോ, ഒട്ടി പിടിക്കുക സാധ്യതയുണ്ട്. അത് നമ്മൾ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ കാലിച്ചായ ആണ് കേട്ടോ. കാലിച്ചായയും ബിസ്ക്കറ്റും കഴിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കുക. അതിനായിട്ട് ഞാൻ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കട്ടെ. പട്ട, കറുവാമ്പൂ, പട്ട, ഏലക്കായ ചേർത്ത് കൊടുത്തു. അത് പൊട്ടി വന്നപ്പോൾ ഞാൻ ഒരു വലിയ ഉള്ളിയും 2 തക്കാളി, നല്ല പഴുത്ത 2 തക്കാളി കേട്ടോ, നന്നായിട്ട് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മളെ ചിക്കൻ ഇതാ കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2-3 പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് കീറിയിട്ട് കൊടുത്താണ്. ഈ മല്ലിച്ചപ്പ്, പുതിന ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായി വഴറ്റി വന്നതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ചെറിയ പീസാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇനി മസാല ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. ആദ്യം പട്ടയും കറുവാമ്പും ഒക്കെ നമ്മൾ ആദ്യം സാധാരണ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടി വരാൻ വേണ്ടി. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയതാണ് ചേർത്തത് കേട്ടോ. പേസ്റ്റിൻ്റെ നന്നായി പേസ്റ്റ് ഇല്ലായിരുന്നപ്പോൾ ചതക്കിയെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നു. പച്ചമുളക് മാറിയതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ചെടുത്ത് പിഴിഞ്ഞെടുത്ത് വെച്ച മക്രോണി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മസാലയായിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് അടിപൊളി ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. എന്താ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ഇക്കൊക്കെ പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇക്ക ടിഫിനാക്കി കൊണ്ടുവന്ന് ഇതാണ് കേട്ടോ. സാധാരണ ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ഇന്നത് മതി എന്നറിഞ്ഞ് കഴിച്ച് പോകാൻ സമയമില്ല. അപ്പോൾ ഞാൻ ടിഫിനാക്കി കൊടുത്തതാണ്. ടൊമാറ്റോ സോസ് വെച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു കവറിൽ, മറ്റേ പാക്കറ്റ് വാങ്ങാമല്ലോ, അതുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതന്നെ വെച്ച് കൊടുക്കുകയാണ് ഞാൻ ഇക്ക കേട്ടോ. അപ്പോൾ ഇക്ക എന്നാൽ പോയിക്കോട്ടെ, ഇക്ക ടൈം വൈകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കൊണ്ടുവന്നാൽ മാത്രമേ കഴിക്കുള്ളൂ. വൈകുന്നേരം വരെ ഒന്നും കഴിക്കില്ല. പിന്നെ രാത്രി വീട്ടിലെത്തിയിട്ട് അങ്ങനത്തെ കഴിക്കുള്ളൂ കേട്ടോ.
അപ്പോൾ നിങ്ങൾക്കെല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക, കമൻറ്റ് അടിക്കുക. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.